കുഷ്ഠം പൂണ്ടോർ സൗഖ്യം നേടി, അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു, തൻധ്വനി കേട്ട മൃതരുധിതരായി ഓടി മുടന്തന്മാർ ശീഘ്രത്തിൽ തന്നയച്ച പിതാവാദിധന്യൻ. നികടം പ്രാപിച്ച രോഗിണിയിൽ വസ്ത്രത്താൽ സൗഖ്യം താൻ ചേർത്തു. യായിരോസിന്റെ വൃദ്ധയായ പുത്രിക്കുയിരേകി നമ്മുടെ മേൽ തൻ ദയ വർഷിച്ചു സംസ്തുത്യൻ. അർത്ഥിച്ച കനാന്യ സ്ത്രീ സൗഖ്യം പുത്രിക്കാർജിച്ചു താൻ സ്വാവൻ. ഓതിയിട്ടും കോപം തീണ്ടാത്തോ മുട്ടിപ്പാൽ സൗഖ്യം കൈക്കൊണ്ടു തന്നരുമ പെണ്ണാടായി തീർന്നു. അത്തിയിൽ സക്കായി താൻ കണ്ടു, അബ്രഹാം സുതനെ എന്നോതി. വീട്ടിൽ വിരുന്നിനിരുന്നതു വാഴ്ത്തി, പാപം തീർത്തവനെ നന്നാക്കി, തന്നെ അയച്ച പിതാവാദിധന്യൻ. ചൊല്ലിൽ മുടന്തന്മാർ സൗഖ്യത്തെ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നീതീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് സബ്ജക്റ്റ്. നമ്മൾ ക്രിസ്തീയ ലോകത്ത്, ക്രിസ്തീയ ലോകം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നൂറ്റാണ്ടുകൾ ചർച്ച ചെയ്യപ്പെട്ടതും ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ഹേതുവായതുമൊക്കെ ആയിട്ടുള്ള ആശയമാണ് നീതീകരണം എന്നിട്ടുള്ള ആശയം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു മിശിഹായുടെ കുരിശു മരണത്തെ വികലമായി ചിത്രീകരിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ്. ന്യായപ്രമാണത്താലല്ല നീതീകരണം വരുന്നത്. ന്യായപ്രമാണത്താൽ വളരെയധികം ആകൃഷ്ടരായ ആളുകളാണ് ഈ മതവാദികൾ എന്ന് പറയുമ്പോൾ റിലീജിയസ് പീപ്പിൾ. ന്യായപ്രമാണത്താൽ സ്വാധീനിക്കപ്പെട്ടവരും ന്യായപ്രമാണത്തിൽ ആകൃഷ്ടരായവരും, പ്രമാണവാദികൾ എന്ന് നമുക്ക് വേണേൽ അവരെ വിളിക്കാം, ലീഗലിസ്റ്റുകൾ. അപ്പൊ ലീഗലിസ്റ്റിക് എന്ന ഒരു വിഭാഗമാണ് അവർ. നിയമത്തിന്റെ അനുസരണത്തിലൂടെ, നിയമത്തിന്റെ കർശനമായ നടപ്പാക്കലിലൂടെ നീതിയും ന്യായവും സ്ഥാപിക്കുക എന്നുള്ള ഒരാശയമാണ്. ഇത് മോശയിലൂടെയാണ് വന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നുണ്ട്. നമ്മൾ വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാശയമാണത്.
യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? യേശുക്രിസ്തു എന്താണ് നമ്മെ കാട്ടിത്തന്നത് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ഈ ആശയം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരമാണ് വന്നത്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അപ്പൊ യേശുക്രിസ്തു ഒരു ബെറ്റർ വേർഷൻ ഓഫ് ലോ അല്ല കൊണ്ടുവന്നത്, ബെറ്റർ എക്സ്പ്ലനേഷൻ ഓഫ് ലോ അല്ല കൊണ്ടുവന്നത്, മറിച്ച് കൃപയും സത്യവുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ അബ്രഹാമിനെ പറ്റി സംസാരിച്ചിരുന്നു. അബ്രഹാം ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടത് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പാണ്. അബ്രഹാം ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ഇസാക്ക് സാറയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പാണ്. അബ്രഹാം നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബൈബിളിൽ നീതിമാനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആവിർഭാവം എന്തിനായിരുന്നു? അതിൽ നമ്മൾ പറഞ്ഞു, വാഗ്ദാനം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇറ്റ് വാസ് ആഡഡ്. അപ്പൊ കൂട്ടിച്ചേർക്കപ്പെട്ട ആ ന്യായപ്രമാണത്തിന്റെ പ്രസക്തി അവസാനിക്കുകയാണ്. അത് എന്നേക്കുള്ളതല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഒരു വചനമുണ്ട് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. അത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. കാരണം ന്യായപ്രമാണത്തെ ഞാൻ നീക്കുവാനല്ല വന്നിരിക്കുന്നതെന്നും ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുന്നവരെ അതിന്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോവുകയില്ല എന്നും ഒക്കെ പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ആളുകൾ ഇത് എക്കാലത്തേക്കുമുള്ള പ്രമാണമാണ് എന്ന് ചിന്തിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹയായിട്ട് പൗലോസ് ശ്ലീഹയായിട്ട് ഒരു വളരെ വ്യക്തമായിട്ട് ഈ ആശയത്തെ ഖണ്ഡിച്ചെഴുതിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് മോസസ്. ഇപ്പൊ യേശു മോശയും ആയിട്ടുള്ള ആ വ്യത്യാസം യോഹന്നാൻ ശ്ലീഹ പറയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെ വന്നു. ഇറ്റ്സ് എ ബെറ്റർ വേർഷൻ ഓഫ് ലോ അല്ല, കൂടുതൽ മികച്ച ന്യായപ്രമാണമല്ല, കൂടുതൽ കർശനമായ ന്യായപ്രമാണമല്ല, കുറെ കൂടെ പഴുതുകൾ അടച്ച ഒരു പ്രമാണമല്ല. എന്നാൽ മുഹമ്മദിലൂടെ വരുമ്പോൾ കുറെ കൂടെ ബെറ്റർ ലോ ആണ് വരുന്നത്. അപ്പം മോശയെയും മശിഹായെയും മുഹമ്മദിനെയും നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാം. മോശയിക ന്യായപ്രമാണത്തെക്കാൾ ഒരു ബെറ്റർ വേർഷൻ, ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ, ന്യായപ്രമാണത്തിന്റെ ഒരു വിശദീകരണവും ന്യായപ്രമാണത്തിന്റെ ഒരു കൂടുതൽ കർശനവും കൂടുതൽ പഴുതടച്ചതുമായ ഒരു വേർഷനാണ് മുഹമ്മദ് കൊണ്ടുവരുന്നത്. പക്ഷേ യേശു വന്നത് ന്യായപ്രമാണത്തിന്റെ ബെറ്റർ വേർഷൻ അവതരിപ്പിക്കാനല്ല, മറിച്ച് കൃപയും സത്യവുമായിട്ടാണ് വന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ക്രിസ്തീയ സഭ ഈ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. ഇപ്പൊ സഭ മണവാട്ടിയാണ്. ഇതാണ് മശിഹായുടെ മണവാട്ടിയാണ് സഭ, അല്ലാതെ മോശയുടെ വെപ്പാട്ടിയല്ല. ഈ മോശയുടെ വെപ്പാട്ടിയായിട്ടാണ് ഇന്ന് ലോകത്ത് നിർഭാഗ്യവശാൽ പല ക്രിസ്തീയ വിഭാഗങ്ങളും തങ്ങളെ തന്നെ കരുതുന്നത്. മോശയുടെ വെപ്പാട്ടിയായിട്ടല്ല, പതിവ്രതയായ സഭയായിട്ട്, പാവന കന്യകയായിട്ട്, നിർമ്മല കന്യകയായിട്ട്. ഇത് മുഴുവൻ പൗലോസ് ശ്ലീഹയുടെ അനാലജിയാണ് ഞാനീ പറയുന്നത്. പൗലോസ് ശ്ലീഹ അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? പാവന സഭ ചൊന്നിടുന്നു എന്വരനേവം ഞാൻ ധന്യ, അല്ലെ? അങ്ങനല്ലേ പറയുന്നേ? പതിവ്രതയാം പരിപാവന സഭയേവാനോൻ കാന്തൻ വേട്ടൊരു നേരം. പതിവ്രതയായ ഈ സഭയെ വേളി കഴിച്ചു, വേട്ടു, പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, വേട്ടു എന്നാണ് പറയുന്നത്. ഇപ്പൊ വേറെ ചില ആളുകൾ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും
ഡേറ്റിങ്ങും ചാറ്റിങ്ങും ആണെന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മോശയുടെ വെപ്പാട്ടിയായിട്ടല്ല, മശിഹായുടെ മണവാട്ടിയായിട്ടാണ് ക്രിസ്തീയ സഭ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ബെറ്റർ ലോ അല്ല, കൂടുതൽ സ്ട്രിക്റ്റ് ലോ അല്ല, മറിച്ച് കൃപയും സത്യവുമാണ് യേശു ക്രിസ്തുവിലൂടെ വന്നത്. നമ്മൾ ന്യായപ്രമാണത്തിലെ ചില ആശയങ്ങളെ നമ്മൾ പരിശോധിക്കാം. ഒന്ന് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കുക, കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്ക ഇല്ലല്ലോ. ഐ വിൽ നോട്ട് ജസ്റ്റിഫൈ ദ വിക്കഡ്. ഇത് യഹോവയുടെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ട്, ബെറ്റർ ആയിട്ട് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഇസ്ലാമിക് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ, നിങ്ങൾ ഇസ്ലാമിക് റൈറ്റിംഗ്സ് ഉണ്ട്, അത് ഖുറാൻ ആയാലും അവരുടെ മറ്റ് റൈറ്റിംഗ്സ് ആയാലും നിയമത്തിന്റെ വിശദീകരണങ്ങളൊക്കെ ആയാലും. അപ്പൊ അതേ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ കുറ്റശിക്ഷാ നിയമങ്ങൾ നടപ്പാക്കലുകൾ നമ്മുടെ ആളുകൾക്കും അതിൽ പല ആളുകളും താല്പര്യപ്പെടാറുണ്ട്. വളരെ നല്ലതാണെന്നും, പഴുതുകൾ അടച്ച് അല്ലേ കർശനമായ ശിക്ഷ കിട്ടുന്നു, അന്ധഭയമുറുക്കം വേണം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കുക, കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. യഹോവയുടെ അഭിപ്രായം, നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താണ് ആ നിലപാട്? ദുഷ്ടനെ നീതീകരിക്കില്ല ഒരു കാരണവശാലും. ഐ വിൽ നോട്ട് ജസ്റ്റിഫൈ ദ വിക്കഡ്. മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിൽ ഒരുക്കി അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കണ്ടം ദ വിക്കഡ്. ഇവിടെ ദൈവത്തിന്റെ സ്നേഹം അല്ലെ ദൈവത്തിന്റെ നീതി, നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നീതിയാണ്. ദ റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ്. ഓക്കെ, റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതി, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ നീതി എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ്. ഇത് വിശദീകരിക്കുകയായിരുന്നു യേശുക്രിസ്തുവിന്റെ മിഷൻ. കൃപയും സത്യവും അവനിലൂടെ വന്നു. ഇതാണ് യേശുക്രിസ്തു വിശദീകരിച്ചത്. ഇത് മതവാദികൾക്ക്, പ്രമാണവാദികൾക്ക്, ലീഗലിസ്റ്റുകൾക്ക് ഒട്ടും ദഹിക്കുന്നതായിരുന്നില്ല, അവർക്ക് രസിച്ചില്ല. അതിനാണ് അവർ യേശുവിനെ ക്രൂശിച്ചത്, അല്ല യേശുവിനെ കൊന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിന്റെ പുറങ്ങളിലൂടെ പോകുമ്പോൾ പാപിയെ സ്നേഹിക്കുന്ന ദൈവം, അഭക്തനെ നീതീകരിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുക. പഴയ നിയമത്തിൽ യഹോവയുടെ സ്ട്രിക്റ്റ് നിലപാടാണ്, ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നീതീകരിക്കത്തില്ല. ദുഷ്ടനെ ഞാൻ നീതീകരിക്കത്തില്ല, അഭക്തനെ ഞാൻ നീതീകരിക്കത്തില്ല, പാപിയെ ഞാൻ ഉൾക്കൊള്ളത്തില്ല. അപ്പൊ പാപിയോടും അഭക്തനോടും ദുഷ്ടനോടുമൊക്കെയുള്ള യഹോവയുടെ നിലപാട് വളരെ കൃത്യമാണ്, അത് വളരെ വ്യക്തമാണ്, ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപിയെ സ്നേഹിക്കുകയും അഭക്തനെ നീതീകരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കെട്ടണം. ഒരുമിച്ച് കെട്ടാൻ വേണ്ടി, അതായത് ഈ യഹോവ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ പിന്നെ ഒരൊറ്റ പണിയേ ഉള്ളൂ. ഈ രണ്ട് നിലപാടുകളെ തമ്മിൽ എങ്ങനെയാണ് ഹാർമണൈസ് ചെയ്യുന്നത്? അപ്പൊ അതിനു വേണ്ടി കണ്ടുപിടിച്ച അതന്നെ പറഞ്ഞത് ഏതാണ്? എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക്
ഇപ്പം ക്ഷമിക്കണമല്ലോ. ക്ഷമിക്കണമെങ്കിൽ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള ശിക്ഷ യേശുക്രിസ്തുവിന്റെ പുറത്ത് വെച്ച് ചുമത്തി. എന്നിട്ട് ഈ വാക്യം വിഴുങ്ങണമല്ലോ. ഏത് വാക്യമാണ്? ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ല, ഞാൻ പാപിയെ പരിഗണിക്കുകയില്ല, ഞാൻ അഭക്തനെ ഉൾക്കൊള്ളുകയില്ല എന്ന് ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് അത് വിഴുങ്ങാൻ ഒരു ന്യായം വേണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ന്യായപ്രമാണ ദാതാവ് തന്നെയാണ് ഇവിടെ ഈ സ്നേഹം വർഷിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, അതിനു മുമ്പ്, ഈ ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ പോരാ, വളരെ കാലം മുമ്പ് ആണ് ദൈവം എന്ത് ചെയ്തത്? അബ്രഹാമിനെ നീതിമാൻ എന്ന് പറഞ്ഞത്, നോഹിനെ നീതിമാൻ എന്ന് പറഞ്ഞത്, ഹാബേലിനെ നീതിമാൻ എന്ന് പറഞ്ഞത്. നോഹിനെ ഒക്കെ നമുക്കറിയാം. നോഹ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടകം ഉണ്ടാക്കിയിട്ട് പുള്ളി പെട്ടകം ലാൻഡായി. പ്രളയം കഴിഞ്ഞിട്ട് പെട്ടകം ലാൻഡായി കഴിഞ്ഞപ്പോൾ പുള്ളി നല്ല കുതിർന്ന് കിടക്കുന്ന ആ മണ്ണിൽ പുള്ളി മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. മുന്തിരി പൂത്തു കായ്ച്ചു, അത് വിളവായതിന് പാകമായി മുന്തിരിങ്ങ പറിച്ചു. ഇഷ്ടംപോലെ മുന്തിരിങ്ങ കിട്ടി. അതുകൊണ്ട് നോഹ വീഞ്ഞുണ്ടാക്കി. പിന്നെ നോഹ ആ വീഞ്ഞ് കുടിച്ച് പൂസായി കിടന്നെന്ന് പറഞ്ഞല്ല, പുള്ളി തുണിയില്ലാതെ കിടന്നെന്നാണ് ബൈബിളിൽ പറയുന്നത്. തുണിയൊക്കെ പറഞ്ഞു പോയി. നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല അടിച്ചു പൂക്കുറ്റിയായി തുണിയില്ല കിടക്കുക. പിന്നെ കുറെ സംഭവങ്ങളൊക്കെ അതേപ്പറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, മദ്യപിച്ച് ബോധമില്ലാതെ ഉടുതുണി വരെ ഉരിഞ്ഞ് വഴി കിടക്കുന്ന ഒരാൾ, ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവനെ ദൈവം നീതീകരിക്കുന്നു എന്ന് പറഞ്ഞ ഇന്നത്തെ ഏതെങ്കിലും മതവാദികൾ അംഗീകരിക്കുവോ? ഉൾക്കൊള്ളുവോ? ചിന്തിക്കാൻ പറ്റുമോ? നോഹ ബോധമില്ല കിടക്കാണ്, തുണിയില്ല കിടക്കാണ്. നിങ്ങളോർത്ത് എങ്ങനെയാ ഈ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഡ്രമ്മടിയും പാട്ടുപാടിച്ചയും പ്രാർത്ഥനയും ബൈബിൾ വായനയും ആയിട്ട് സ്തോത്രം 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 കർത്താവേ സ്തോത്രം ഇങ്ങനെ ഇരിക്കല്ല നോഹ അത്യാവശ്യം വീഞ്ഞൊക്കെ കുടിച്ച് ബോധമില്ലാതെ ഒക്കെ അവിടെ കിടക്കുകയാണ്. പക്ഷെ ആ നോഹയെ നീതിമാൻ എന്നാണ് വിളിക്കുന്നത്. അബ്രഹാമിന്റെ കാര്യം നമുക്കറിയാം. അബ്രഹാമിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞാണ്. അബ്രഹാമിന്റെ ഭാര്യ സുന്ദരി ആയിരുന്നത് കൊണ്ട് ഫറവോൻ പറഞ്ഞു അവളെ എൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം ഭാര്യയെ കൊട്ടാരത്തിൽ അയച്ചു. രാവിലെ ഭാര്യ വരുമ്പോൾ വലിയ സമ്പത്തുമായിട്ടാണ് വന്നത്. അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. Now to him who works is the reward not reckoned of grace but of debt. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. But to him that works not but believed on him that justify the ungodly, his faith is counted for righteousness. ഇവിടെ പൗലോസ് ശ്ലീഹ ദൈവത്തെ പറ്റി, ദ തിയോളജി ഓഫ് പോൾ ആണ് പൗലോസ് ശ്ലീഹയുടെ ദൈവശാസ്ത്രം. പൗലോസ് ശ്ലീഹ ദൈവത്തെ പറ്റി പറയുന്നത് അഭക്തനെ നീതീകരിക്കുന്ന ദൈവം. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണല്ലേ. ഇപ്പൊ ഞാനിവിടെ USA ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നു. ഒത്തിരി പേര് കമന്റ് എഴുതുന്നുണ്ട്, നിന്റെ എന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ. ഈ അടുത്താഴ്ച ഞാൻ കേരളത്തിൽ വന്നായിരുന്നു, അതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു.
അപ്പൊ ഈ ഒത്തിരി പേര് പറയുന്നതെന്ന് വെച്ചാൽ അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു, നല്ല തോന്നല, തല്ലായിരുന്നു, എന്തെല്ലാം കമന്റുകളാണ്, എന്തെല്ലാം ആഗ്രഹങ്ങളോ, നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറയാറ്. പൗലോസ്ലീഹയെ സംബന്ധിച്ച് ഒന്ന് പറയാ 40 അടി എന്ന് പറഞ്ഞാൽ 40 അടി അടിക്കത്തില്ല, 39 അടിയാണ്. ആ യഹൂദന്റെ കണക്കാ, 40 അടിച്ചാൽ പിന്നെ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 39 അടിച്ചങ്ങ് നിർത്തും. 40 അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ലൈഫിൽ പിന്നെ അവനെ തല്ലാൻ പറ്റത്തില്ല, അതിനെ 39 അടിച്ച് നിർത്തുന്നു. അത് 3 വട്ടം കൊണ്ടെന്നവർ, മനസ്സിലായോ? 117 അടി കിട്ടി. 117 അടി എന്ന് പറഞ്ഞാൽ നല്ല ചാട്ടക്ക. പിന്നെ കോല് കൊണ്ടുള്ള അടിയുണ്ട്, മാരകമാണ്, 3 വട്ടം കിട്ടി കോലിന്റെ അടി. പൗലോസ്ലീഹ തന്നെയാ പറയുന്നത്, അദ്ദേഹത്തിന്റെ അഫ്ലിക്ഷൻസ് ഓഫ് പോൾ, അദ്ദേഹത്തിന്റെ കഷ്ടതകൾ, ഹാർഡ്ഷിപ്സ്, പെർസിക്യൂഷൻസ്, എൻഡ്യൂറൻസ്. പൗലോസ്ലീഹ കടന്നുപോയ കഠിനമായ ജീവിതാനുഭവങ്ങൾ. കല്ലേറ് കൊണ്ടു ചത്തു എന്ന് കരുതി അവർ ഉപേക്ഷിച്ചു പോയെന്ന ലുസ്ത്രായിൽ. പലവട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. പലപ്പോഴും ആളുകൾ ഈ കൂടെ സഞ്ചരിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മുങ്ങി, മനസ്സിലായോ? ഭക്ഷണ സാധനവും അതും ഇതൊക്കെ ആയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്, അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും, ഒറ്റപ്പെടും, ഒരുപാട് ഉപദ്രവങ്ങൾ. പലപ്പോഴും ചെറിയ ആക്രമണങ്ങളൊന്നും എഴുതിയിട്ടില്ല, കാരണം എണ്ണമില്ലാത്ത വിധത്തിൽ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്, ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അടികളാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്തിനാ പൗലോസ്ലീഹ കഷ്ടത മുഴുവൻ സഹിച്ചത്? ഇന്നത്തെ ഈ മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കുന്ന പ്രസംഗം പ്രസംഗിച്ചിരുന്നെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് പരവതാനി കിട്ടിയേനെ, വെള്ളം കരിമ്പടവും കിട്ടിയേനെ, മുഖ്യാസനം കിട്ടിയേനെ, വലിയ സ്വീകരണം കിട്ടിയേനെ, പൂമാല കിട്ടിയേനെ. പൗലോസ്ലീഹ പ്രസംഗിച്ചത് അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തെയാണ്. ദ ഗോഡ് ഹൂ ജസ്റ്റിഫൈസ് ദ അൺഗോഡ്ലി. ഹൗ? ഔട്ട് ഓഫ് ഹിസ് മേഴ്സി, അവന്റെ കരുണയാൽ അവൻ അവരെ നീതീകരിക്കുന്നു, ദയ കാണിക്കുന്നു. ഈ നീതീകരണത്തെ പറ്റി നമുക്ക് പിന്നെ സംശയങ്ങൾ വരും, അല്ലേ? ദൈവം അതിനു വേണ്ടി പ്രത്യേകിച്ച്, സത്യത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും സമന്മാരാണ്. ആ ഒരു കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്, ഇതാണ് ചെയ്യുന്നത്. മനസ്സിലായോ? കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. ഇപ്പൊ കുറച്ചു മുമ്പേ നമ്മൾ ഈ കാര്യം പറയുന്നതിനെ എതിർത്തുകൊണ്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ റൂമിൽ സംസാരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ ആവേശത്തോടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തം ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളതാണ്, അല്ലാതെ അതിന് പ്രാധാന്യമില്ലെന്ന് ഇവിടെ ആരും പറയുന്നു. യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത് പ്രഷ്യസ് ബ്ലഡ് എന്നാണ്, വിലയേറിയ രക്തം. അപ്പൊ ഈ രക്തത്തിലൂടെയാണ് നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായത്. അത് ദൈവം ഒരു കാലഘട്ടത്തിലും നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല, നമ്മെ കൈവിട്ടിട്ടില്ല, നമ്മിൽ നിന്ന് അകന്നു പോയിട്ടില്ല. അപ്പം നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എന്നാൽ ദൈവം അകന്നു പോയില്ല എന്നുള്ള സത്യം നമ്മെ ബോധിപ്പിക്കുക. അതാണ് മിനിസ്ട്രി. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്നത്. ബലഹീന പുരോഹിതന്മാർ പലരും വന്നു. അവർ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കാൻ 1500 വർഷം ബലഹീനമായ, നിഷ്പ്രയോജനമായ, ഇതൊന്നും എൻ്റെ വാക്കല്ല, എബ്രായ ലേഖനകാരന്റെ വാക്കുകളാണ്,
ന്യായപ്രമാണത്തിന്റെ നിഷ്പ്രയോജന പ്രവർത്തികൾ, ബലഹീനമായ ന്യായപ്രമാണം, ദുർബലമായ നിയമം, ഇങ്ങനെയെല്ലാം ഉള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇറ്റ് വാസ് നോട്ട് എഫക്റ്റീവ്. അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. കൂടെ കൂടെ അതേ യാഗങ്ങൾ അവർ അർപ്പിച്ചു, എങ്കിലും ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം കൈവന്നില്ല എന്നാണ് എബ്രായ ലേഖനം കുറ്റപ്പെടുത്തുന്നത്. ഇന്നലെ 2-3 പേരിന്ന് ഇതേപ്പറ്റി ചർച്ച ചെയ്യാണ്. അപ്പൊ അതിനകത്ത് ഒരാൾ അഭിപ്രായം പറയാണ്, എബ്രായ ലേഖനം എടുത്താൽ തകർന്നു. എന്ത് തകർന്നു? നമ്മുടെ ഉപദേശം തകർന്നു. ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നതിനെതിരായിട്ട് ഒരാലോചന നടത്തുന്ന ഗ്രൂപ്പില് മുഖ്യ ഉപദേഷ്ടാവ് പറയാണ്, ആഹാ, എബ്രായ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു. ശരിയാണ്, എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ 13 അധ്യായത്തിലും നമുക്ക് ഈ യാഗങ്ങളെ, രക്തച്ചൊരിച്ചില് ഇതെല്ലാം കാണുകയാണ്. പക്ഷെ ഇവരുദ്ദേശിക്കുന്നില്ലല്ലോ, നേരെ ഓപ്പോസിറ്റാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എബ്രായ ലേഖനം എടുക്കാൻ നമുക്ക് വൈമനസ്യമില്ല, ഒട്ടും വൈമുഖ്യമില്ല, ഒരു പ്രയാസവുമില്ല. എബ്രായ ലേഖനത്തിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. എബ്രായ ലേഖനം എന്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് എബ്രായ ലേഖനം എടുത്ത് അതിനകത്ത് ഏത് വാക്യവും നമുക്ക് എടുത്ത്, അല്ലെങ്കിൽ അത് ആസ് എ ഹോൾ അത് എടുത്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതേ ആശയമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. മഹാപുരോഹിതനാകുന്നത്, അപ്പോൾ ബലഹീനമായ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷക്കാരായ, ആ ശുശ്രൂഷയെ പറ്റി പൗലോസ് എഴുതുന്ന മരണത്തിന്റെ ശുശ്രൂഷ എന്നാണ്. അപ്പൊ മരണത്തിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ, അങ്ങനെയുള്ള ശുശ്രൂഷയല്ല, മറിച്ച് ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെ വന്നു. ആ ന്യായപ്രമാണം പറയാണ്, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദുഷ്ടനെ നീതീകരിക്കുകയില്ല, പാപിയെ ന്യായീകരിക്കുകയില്ല, അഭക്തനെ അടുപ്പിക്കുകയില്ല, അവനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവനെ ചേർക്കാൻ പറ്റില്ല, കർശന. അപ്പൊ പാപത്തോട് ദൈവത്തിന് അങ്ങനെയാണ്, പാപിയോടുള്ള മനോഭാവം അങ്ങനെയാണ്, പാപിയെ ന്യായീകരിക്കില്ല. അപ്പോൾ അതിന് പുതിയ വേഷം കൊണ്ടുവരണം. പാപത്തെ കർത്താവ് വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. എന്തൊരു ന്യായീകരണം ഓർക്കണം. എന്നിട്ട് യേശുക്രിസ്തുവിനെ കുരിശിച്ചു. ആ അക്കൗണ്ടിൽ നമ്മളെ രക്ഷിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിനെ ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത്, ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഈ കുത്തിവെക്കുക, വാക്സിനൊക്കെ എടുക്കുമല്ലോ. ഈ വാക്സിനൊക്കെ എടുക്കുമ്പം നമുക്ക് വാക്സിൻ കുത്തിവെക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ നീതീകരണം ഒരു സിറിഞ്ചിനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയാണ്. അപ്പൊ അങ്ങനെ കുത്തിവെക്കുന്നതല്ല, മറിച്ച് നമുക്ക് ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈറ്റിയസ്നെസ് അല്ല, മറിച്ച് പാർട്ടിസിപ്പേഷൻ ആണ്. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അപ്പൊ അവന്റെ ആ സ്വർഗീയ സ്വഭാവത്തിന്റെ, ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി നമ്മൾ മാറുകയാണ്. അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്, അതിൽ നമ്മളെ ഉൾപ്പെടുത്തുകയാണ്. അത് ഇൻക്ലൂഷനാണ്. വി ആർ ഓൾറെഡി ഇൻ ഹിം. അപ്പൊ ആ വലിയ തെറ്റിദ്ധാരണയാണ് നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ടത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നും, നമ്മൾ റാത്ത് ഓഫ് ഗോഡ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്, ദൈവത്തിന് വലിയ ക്രോധമാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നും, ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അതല്ല ശരിയായ വിശ്വാസം. മറിച്ച് അവന്റെ പ്രത്യക്ഷത നിമിത്തം ദൈവത്തിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അബ്രഹാമിന്റെ ആ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് വർഷിക്കപ്പെടുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം
ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വെളിപ്പെടുന്നു. ജാതികളിലേക്ക് നമുക്ക് ഈ അനുഗ്രഹം കിട്ടുകയാണ്. ഇപ്പം അല്ലാതെ അവന്റെ നീതി കൊണ്ട് നമ്മുടെ മേൽ കുത്തിവെച്ചിട്ട് നമ്മളെ നീതിമാനാക്കി മാറ്റുകയല്ല. യോഹന്നാനിൽ എഴുതാണ്, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ലിറ്റിൽ ചിൽഡ്രൻ ലെറ്റ് നോ മാൻ ഡിസീവ് യു. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. ഹി ഹു ഡസ് റൈറ്റിയസ്നെസ് ഈസ് റൈറ്റിയസ് ഈവൻ ആസ് ഹി ഈസ് റൈറ്റിയസ്. ഇതിപ്പോ ആർക്കും ചാടി കിടക്കാൻ പറ്റാത്ത വലിയ ഒരു ക്രോസ് ബാർ വെച്ച പോലെ തോന്നും ഹൈ ജമ്പിനെ. അപ്പൊ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാവും. നമ്മൾ പലപ്പോഴും അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ഇതുകൊണ്ടാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുക. ഇനി നിങ്ങൾക്ക് അടുത്തൊരു വാക്യം കാണണോ? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. He that says he abide in him ought himself also so to walk, even as he walked. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ബുദ്ധിമുട്ടായി തീരും. പുതിയ നിയമത്തിൽ നിന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. അപ്പൊ ആ കൺഫ്യൂഷൻ വരിക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയും നമ്മൾ കൊണ്ടുവരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വാക്യം, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ആകയാൽ ജീവിക്കുന്നവർ, നമ്മളെപ്പോഴും എടുക്കുന്ന വാക്യമാണ്. അല്ലെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. നമ്മളെപ്പോഴും ഗ്ലോറിയസ് ഗോസ്പലിൽ ഉദ്ധരിക്കുന്ന വാക്യം 2 കൊരിന്ത്യർ 5 പൗലോസ് പ്രസിദ്ധമായ വാക്യം. ഇപ്പോൾ ആ വാക്യം എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നോക്കൂ, നിങ്ങൾ പറയുന്ന അബദ്ധമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും. എങ്ങനെയാണ് ഈ എല്ലാവരും മരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കും. എന്താണ് ആ മരണം? പൗലോസ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പാപത്തിന് മരിച്ചവരായി, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായി, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരായി, ന്യായപ്രമാണത്തിന്റെ ഒരു ബോധത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അതെന്താണ് ആ റിലേഷൻഷിപ്പ്? അതിനെയാണ് നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന പെരിക്കോറോസിസ് എന്ന് പറയുന്നത്. ആ പെരിക്കോറോസിസിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും
നമ്മൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കുന്നതാണ്. ചില ആളുകൾക്കൊക്കെ അത് കേൾക്കുന്നത് വലിയ അസ്വസ്ഥതയാണ്. ചില ആളുകൾ അതിനെ എതിർക്കും. ഈ ട്രിനിറ്റേറിയൻ ഫോർമുല അല്ല, ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എതിർക്കും. ട്രിനിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കും. അത് എതിർക്കുന്ന രണ്ടു കൂട്ടരുണ്ട്. അത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി ആൻഡ് റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി. എന്താണ് ഈ ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി? ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അറിയൂസിന്റെ വേദവിപരീതമാണ്. യേശു ദൈവമല്ല, യേശുവിൽ ദൈവത്വമില്ല, യേശു മനുഷ്യനാണെന്നും യേശു മാലാഖയാണെന്നും മൈക്കിൾ മാലാഖയാണെന്നും അങ്ങനെയൊക്കെ പല വേർഷൻസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്. ഏതായാലും നിക്കിയ കൗൺസിലിൽ അതിനെ തള്ളിതാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ഹോമോസിയോ ആണോ ഹോമോസിയോനാണോ? അതായത് യേശു ക്രിസ്തു സമനാണോ സാമ്യനാണോ? പിതാവിനോട് സത്തയിൽ സാമ്യമുള്ള ഒരു ജീവി. സാമ്യം എന്നുള്ള പദമാണ് എടുത്തത്. സാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോസിയോനാണ്. ഹോമോസിയോ ഗ്രീക്കിൽ അങ്ങനെയോ. ഹോമോസിയോ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എഴുതാണ് ഓരോ ഓ ഇട്ടാണ്. 2 ഓ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം മാറി. ഒരു ഓയാണ്. അപ്പം ഫോർമുല കൊണ്ടുവന്നാണ്. ഈ അറിയൂസിന്റെ കാലത്ത് സഭയിൽ പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫോർമുല, ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിച്ചില്ല. ഹോമോസിയോൺ സാമ്യനാണ്. നോ, സാമ്യനാന്നുള്ളത് അംഗീകരിച്ചില്ല. സമനാണ് എന്നുള്ളതിൽ കടുംപിടുത്തമാണ്. സമനാണ്. അപ്പം സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും, അതാണ് ഈ സെക്കൻഡ് സ്റ്റാൻസായിൽ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു മെത്രാപ്പോലിത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന രംഗത്ത് ഗുരുതരമായ വീഴ്ച വരുത്തി. ഇപ്പൊ ഞാൻ അന്നത് ചെറിയൊരു പെശകെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പോ അതൊക്കെ ആ പരിധിയൊക്കെ കഴിഞ്ഞു പോയി. കാരണം ആ പക്ഷത്തിൽ നിന്ന് ഇപ്പൊ ഗൂണ്ടകളൊക്കെ രംഗത്ത് വന്ന് വീഡിയോ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൂണ്ടകൾ എന്ന് ഞാൻ പറഞ്ഞത് ഗൂണ്ട എന്നുള്ളതല്ല, തെമ്മാടികൾ, സ്കൗണ്ട്രൽസ് ടോക്ക് തിയോളജി. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലൊക്കെ വലിച്ചഴയ്ക്കുമ്പോ ഗുരുതരമായ പിശകാണ്, ഗുരുതരമായ വീഴ്ചയാണ്. അപ്പൊ ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യായീകരണമാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ OV വിജയന്റെ ധർമ്മപുരാണത്തിനകത്ത് അദ്ദേഹം പ്രജാപതിയെ പറ്റി ഒക്കെ എഴുതി എത്രയോ ദീർഘവീക്ഷണം. ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ചിലപ്പോൾ അത് എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ എല്ലാ മേഖലയിലും അത് OV വിജയൻ ഇനി പ്രവാചകനായിട്ട് കേൾക്കണം. എനിക്കത് ആ ധർമ്മപുരാണം ആദ്യം ഇറങ്ങിയ കാലത്ത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നി. കാരണം അത്രയും മോശം കാര്യങ്ങൾ ഒരു എഴുതി വെച്ചിട്ട് ഒത്തിരിയേറെ ആഘോഷിക്കപ്പെട്ട ആ പുസ്തകം. പക്ഷെ അത് സത്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ആ ടേംസും ആ ഡിസ്ക്രിപ്ഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പ്രജാപതി വളരെ ദുർഗന്ധപൂരിതമായ ഒരു അപാനവായു പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ സദസ്സിൽ പലരും മൂക്കുവത്തണം, ഛർദ്ദിക്കണം, ഓക്കാനിക്കണം ഒക്കെ തോന്നുന്നുണ്ട്. സംഗതി അതാണ്. പക്ഷെ വന്ന ആരിൽ നിന്നാ? പ്രജാപതിയിൽ നിന്ന്. അപ്പൊ പിന്നെ പലരും അതേപ്പറ്റി പുകഴ്ത്തി, ചിലർ കവിത എഴുതി, ചിലർ യൂട്യൂബിൽ വീഡിയോ ഇറക്കി തള്ളി, വേറെ ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, മറ്റു ചിലർ ചീത്ത വിളിച്ചു. പ്രജാപതി പറഞ്ഞ തൃത്വം ഭയങ്കരമാണ്, യേശു ദൈവമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറിയൂസിന്റെ വേദവിപരീതം ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റിയാണ്. ഇടതുപക്ഷ തൃത്വ നിഷേധം. എന്താണ് ഇടതുപക്ഷ തൃത്വ നിഷേധം? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന 3 ന്യൂമാകൾ തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ തൃത്വവിശ്വാസം. ആ തൃത്വവിശ്വാസം ഒരു മെയിൻ ഹൈവേ ആയിട്ട് നിങ്ങൾ കരുതിയാൽ, ആ ഹൈവേയിലൂടെ ഇങ്ങനെ ഒരു കാർ പോവാണ്, ആ കാർ ഇങ്ങനെ നേരെ പോകുന്നു, ആ കാറ് പോകുന്നതാണ് ശരിയായ വിശ്വാസം. നേരെ പോകുന്നതിനെയാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തഡോക്സി എന്ന നേരായ ഋജുവായ പാതയിലൂടെ, നേരായ വഴിയിലൂടെ ഇതിങ്ങനെ പോവാണ്. ഏതാണ്? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇതാ നോക്കൂ, ട്രിനിറ്റേറിയൻ കാരിയേജ് ഇങ്ങനെ പോവാണ്. അപ്പൊ അവിടുന്ന് ഇടത്തോട്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ട. ശരിയല്ല, യേശുവിന് എവിടെ ദൈവത്തിരിക്കുന്നത്? യേശു എങ്ങനെ ദൈവമാണ്? യേശുവിന് ദൈവത്തില്ല. അപ്പൊ അവൻ സമനല്ല, സാമ്യൻ മാത്രമാണ്. ഇടത്തോട്ട് തിരിച്ച് ഈ മെയിൻ വഴിയിൽ നിന്ന് ഇടത്തോട്ടൊരു വഴി ഉണ്ടായി. ആ വഴിയാണ് പുത്രന്റെ ദൈവത്വ നിഷേധം. പുത്രന് ദൈവത്വം ഇല്ല, ഇതാ പോയി വണ്ടി. അപ്പൊ ആ വിഭാഗത്തിൽ യഹോവ സാക്ഷിക്കാരെ യൂണിറ്റേറിയൻസ് എന്ന് പറയും. പ്രധാനമായിട്ട് യൂണിറ്റേറിയൻസ്. ദൈവം ഏകനാണ്, സിംഗിൾ. അപ്പൊ പഴയ നിയമത്തിലെ
യഹോവയുടെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. ഇതേ വണ്ടി കണ്ടോ, മെയിൻ ഹൈവേയിൽ താഴോട്ട് പോയി സ്ലിപ്പായി പോയി ഇപ്പൊ മരുഭൂമി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരികൾ വരണ്ട നിലത്ത് പാർക്കും. അപ്പൊ വീണ്ടും ഹോൺ അടിച്ചു, വണ്ടി നമ്മുടെ നേരെയുള്ള വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നേരെയുള്ള വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കൂട്ടർക്ക് തോന്നില്ല, യേശു ദൈവമാണ്. ഓ ഗ്ലോറി, യേശുവാണ് ദൈവം, ആ യേശുവാണടാ ദൈവം. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്, ആ യേശുവാണ് ദൈവം എന്നുള്ള ഒരാശയം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അത് അതികഠിനമായിട്ട് പറയണോ, യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം. അപ്പൊ വണ്ടിയിൽ ഇരുന്നവരും അതിനെ എൻകറേജ് ചെയ്തു, കാരണം യേശുവാണ് ദൈവം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും യേശുവാണ് ദൈവം എന്ന് പറഞ്ഞ ഡ്രൈവറുടെ മുഖവും രൂപവും ഒക്കെ മാറി. പുള്ളി ഈ സ്റ്റിയറിംഗ് വയ്യെ, ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വണ്ടി വയ്യെ റൈറ്റിലോട്ട് പിടിക്കാൻ തുടങ്ങി. യേശു മാത്രമാണ് ദൈവം, യേശുവാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഈ നോക്കുക, മെയിൻ റോഡിൽ നിന്ന് ഇപ്പം വണ്ടി വലത്തോട്ട് പോയി, വലത്തോട്ട് വ്യതിചലിച്ചു. ഇതാണ് വലതുപക്ഷ തൃത്വ വ്യതിയാനം. വലതുപക്ഷ തൃത്വ വ്യതിയാനം, ദ റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി. റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി. ഇപ്പൊ റൈറ്റിലേക്ക് പോയി. ഇവരാണ് വണ്ണസ് പെന്റക്കോസ്റ്റൽസ്, വണ്ണസ് തിയോളജി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ. യേശു ദൈവമാണ് എന്ന് പറയുന്ന വിഭാഗം, യേശു ദൈവമാണ് എന്ന് പറയുന്ന വിഭാഗമാണ് വണ്ണസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കൃത്യം നടുക്കൂടെ പോകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന 3 ന്യൂമാകൾ. ഇതാ നോക്ക്, വണ്ടി പോകുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ നടുക്കത്തെ വഴിയെ പോകുന്നത്? ഇടത്തെ വഴിയെ ഇടത്തോട്ട് ചാടിപ്പോയവരാണ് വണ്ണസ്. യേശുവിന് ദൈവത്വം ഇല്ല. ഉണ്ടോ? പോകുന്നുണ്ടോ? പോകുന്നാണ്ടി. ഇനി വേറൊരു വണ്ടി വലത്തോട്ട് ഇങ്ങനെ പോയി. യേശു ദൈവമാണ്, യേശു മാത്രം ദൈവമാണ്. ഇതിനകത്ത് ഈ ഇടതുപക്ഷ തൃത്വ വ്യതിയാനം പെട്ടെന്ന് മനസ്സിലാവും, ഈസിലി ഡിറ്റക്റ്റബിൾ ആണ്, കാരണം ക്രിസ്തുവിനെ നിഷേധിക്കുന്നുണ്ട്. റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി ഇസ് നോട്ട് ഡിറ്റക്റ്റബിൾ. ഇത് കേരളത്തിൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇത് ഗ്ലോറിയസ് ഗോസ്പൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ തന്നെ തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ ഇത് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പൊ എല്ലാവരും വണ്ണസ് തിയോളജി, യൂണിറ്റേറിയൻ എല്ലാം പഠിച്ചു, വലിയ ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം പെട്ടെന്ന് പിടികിട്ടില്ല. വന്നാൽ പിടികിട്ടത് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല. ഒരാൾ പറഞ്ഞാലും പിടികിട്ടില്ല. എന്തോ വലിയ കാര്യം പറഞ്ഞു തോന്നി. ഇതാണ് ആ തിരുമേനി പറഞ്ഞ സാധനം. വണ്ണസ്, യേശു ദൈവമാണെന്ന്. യേശു ദൈവമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, അത് ശരിയല്ല, പിന്നെ ആരടാ അവിടെ യേശുവിൻ്റെ അടുത്ത്. പക്ഷെ അത് അധികമായാലും അമൃതം വിഷം. അതായത് ഇങ്ങോട്ട് തള്ളി റൈറ്റിലോട്ട് വണ്ടി കയറ്റി നടുക്കത്തൂടെ പോകുന്നതിന് പകരം വീണ്ടും റൈറ്റിലോട്ട് എക്സ്ട്രീം ആയിപ്പോയി. വലത്തോട്ട് 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 പോട്ടെ, വലത്തോട്ട് പോട്ടെ, കൂടുതൽ പോട്ടെ വലത്തോട്ട്. ഇപ്പം വലത്തോട്ട് പോയി ഇത് വഴി ചാടി. മനസ്സിലായി? റൈറ്റിലൂടെ പോകും, മെയിൻ ഹൈവേന്ന് പോയി. ഇതിനെയാണ് റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി. വലതുപക്ഷ തൃത്വ നിഷേധമാണ് ആ വീഡിയോയിൽ കേട്ടത്. മനസ്സിലായി? ന്യായീകരിക്കാൻ വേണ്ടി ഒന്നും ആരും വരണ്ട, മിണ്ടാതിരിക്കുക. അതാണ് മാന്യത. മൗനം മാന്യതയെ കൊണ്ടുവരും. ഒന്ന് ചെറുതായിട്ട് താത്തു പിടിക്കും. പിന്നെ ഗുണ്ടകളെ ഇറക്കി നേരിടാനൊക്കെ ആണെങ്കിൽ ഒന്നും വിലപ്പോകില്ല. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബോധമുണ്ടല്ലോ, പറയുന്നവന് ബോധമില്ല, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ബോധമുണ്ട്. അതുകൊണ്ട് പൊതുസമൂഹം വിലയിരുത്തട്ടെ, ഞാൻ പറഞ്ഞാണോ ശരി, അവർ പറഞ്ഞാണോ ശരിയെന്ന്. ഞാൻ സഭയുടെ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ വിശ്വാസം പറയുമ്പോൾ ട്രിനിറ്റിയാണ്. ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ട്രിനിറ്റിയാണ് പറയേണ്ടത്. ഓർത്തഡോക്സ് ഫെയ്ത്തിൽ അല്ല യേശു ദൈവമാണെന്ന് പിള്ളേരെ പറഞ്ഞ് വീട്ടിൽ വിടുന്ന അല്ല മാന്യത, അതല്ല മര്യാദ, അതല്ല മാതൃക, അതല്ല നമ്മുടെ പാരമ്പര്യം, അതല്ല സത്യവിശ്വാസം. അത് വണ്ണസ് ആണ്. അത് റൈറ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി ആണ്. ഇനി അതിനെ ന്യായീകരിക്കാൻ ഏത് കട്ടപ്പ വന്നാലും അതൊന്നും ന്യായീകരിക്കപ്പെടുകയില്ല. വെറുതെ മാന്താവുന്നേ ഉള്ളൂ, ഒരു വിശേഷവും ഇല്ല. അപ്പോ യേശു ദൈവമാണ്. ഗുഡ്. അപ്പൊ ദൈവപുത്രൻ എന്ന നിലയ്ക്ക് യേശുവിനെ ഒതുക്കാനൊന്നും നോക്കണ്ട. അതിനൊരു ഉദാഹരണം കൊണ്ടുവന്നോട്ടോ, ഭയങ്കര ഉദാഹരണങ്ങളൊക്കെ. അപ്പൊ ഈ യേശുവിനെ ദൈവപുത്രനായിട്ട് യേശു ദൈവമാണ് ഒക്കെ നിങ്ങൾ വെച്ചോളൂ. അപ്പോ പുത്രനുള്ള അതൊന്നും നിങ്ങൾ എടുക്കണം. പക്ഷെ സ്റ്റിൽ യേശുവിൻ്റെ ഒരു പിതാവുണ്ടല്ലോ. അപ്പൊ യേശുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ യേശു സ്വർഗസ്ഥനായ പിതാവെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു, പിതാവിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഒരപ്പനുള്ള ദൈവമായില്ലേ? പുത്രനായ ദൈവം എന്ന് പറയാൻ നിങ്ങൾക്ക് ജാള്യതയുണ്ട്, അതെന്തോ കുറവാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ദൈവത്തിന് അപ്പനുണ്ടെന്നുള്ള ഓർക്ക്. ദൈവത്തിൻ്റെ ഒരു പിതാവുണ്ട്, അതെവിടെ കൊണ്ട് ഒപ്പിക്കും? ദൈവത്തിന് എന്നാ പിതാവ് ഉണ്ടായതാണോ? നിങ്ങൾ പറഞ്ഞോളൂ യേശുവാണ് ദൈവം. നമ്മൾ സത്യവിശ്വാസം പറയുമ്പോൾ പിതാവിൽ നിന്ന് സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്ന് പുത്രനെ കുറിച്ച് നിർവചിക്കുമ്പോൾ
സർവ്വലോകങ്ങൾക്ക് മുമ്പ് പുത്രനൊരു പിതാവ് ജനിച്ചു നിങ്ങൾ തിരുത്തി പറഞ്ഞോളൂ, കുഴപ്പമില്ല. എപ്പോഴാ പിതാവ് ഉണ്ടായെന്ന് പറ. നിങ്ങളുടെ ദൈവത്തിന് പിതാവ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ വിഷയങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് സ്തുതി ചൊവ്വാക്കപ്പെട്ട ഒരു സത്യവിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അതിനെ ഉണ്ടായിട്ടുള്ള അതിന്റെ ധാരണകളിൽ ഉണ്ടാകുന്ന അപഭ്രംശമാണ് ഇത്തരത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവശാസ്ത്ര ധാരണകളിലെ അപഭ്രംശം ഉളവാക്കുന്ന ഇത്തരത്തിലുള്ള എന്താണ് ഇതിന് പറയുന്നത്, വികടതകൾ ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പൊ അതിനകത്ത് വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞോട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ ഈ സ്നേഹം, അതായത് തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന പിതൃസുത പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആനന്ദ നടനം, ലവ് ഡാൻസ് ആണ്, ഇറ്റേണൽ ഡാൻസ് ആണ്. അതാണ് പെരികൊറോസിസ്. ഗ്രീക്ക് പദമാണ് കൊറോസിസ്. ഈ വൃത്തത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ള ആശയം വേണേൽ ആ പദത്തിന് നമുക്ക് കൊണ്ടുവരാം. കാരണം ഈ പെരി എന്ന വാക്കിൽ പെരിമീറ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. പെരിമീറ്റർ എന്ന് പറഞ്ഞ ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റുള്ള പെരിമീറ്റർ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. പെരികൊറോസിസ്, കോറിയോഗ്രാഫി എന്ന പദം നിങ്ങൾ കേട്ടോ. കൊറിയോഗ്രാഫി, ഇപ്പൊ സിനിമയൊക്കെ ചർച്ചകളാകുമ്പോൾ കൊറിയോഗ്രാഫി എന്നുള്ള പദമൊക്കെ നിങ്ങൾക്ക് വരും. കൊറിയോഗ്രാഫി നൃത്തമാണ്, വൃത്തത്തിലെ നൃത്തം. അപ്പൊ അത് ദൈവത്തിന്റെ ഈ ഒരു ആനന്ദ നടന ഇൻക്ലൂഷനാണ് ആ പെരികൊറോസിസിലേക്ക്. അപ്പൊ പെരികൊറോസിസിൽ നടന്ന ഒരു മനുഷ്യനാണ് യേശു കർത്താവ്. He walked in that fellowship, in that communion. He was always in that divine dance. അപ്പൊ ആ ഡിവൈൻ ഡാൻസിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നു. ഇതാണ് ഇനി നിങ്ങൾ ഈ വാക്യമായിര്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. സോ വാക്ക് ഇൻ that perichoresis, not according to the flesh, not in fear of the law. ന്യായപ്രമാണത്തെ ഭയന്നല്ല. അപ്പൊ പ്രമാണബോധത്തിലല്ല, ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അവബോധത്തിലാണ് നടക്കുന്നത്. ദ അവയർനെസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഇതാണ് അവൻ നടന്ന. അങ്ങനെയാണ് പിതാവിനോടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി വാക്ക്ഡ്. അപ്പൊ അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. മനസ്സിലായ പറഞ്ഞത്? മറ്റേ പ്രമാണത്തിന്റെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും പാപി അടുപ്പിക്കുന്ന പ്രശ്നമില്ല, ദുഷ്ടനെ നീതീകരിക്കുന്ന പ്രശ്നമില്ല, അഭക്തനെ അടുപ്പിക്കത്തില്ല, ഒരു കരുണയില്ല, ഒരു മയവും കാണത്തില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ആ ദൈവത്തെ ചൂസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ, യഹോവയെയും അവന്റെ ന്യായപ്രമാണത്തെയുമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഇസ്ലാം ഈസ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ. ഇസ്ലാമാണത്. ബെറ്റർ എക്സ്പ്ലനേഷൻ, ബെറ്റർ ലോ അവിടെയുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ. യഹോവ എത്ര കരുണാമേന, ഹി മെയ്ഡ് അവൈലബിൾ ദാറ്റ് യു. അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അതാണ് ക്രിസ്ത്യാനിറ്റി ഈസ് ഡിഫറെന്റ്. അത് ബെറ്റർ ലോ അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സ്നേഹം, ആ കൂട്ടായ്മയിൽ യേശു കർത്താവ് നടന്നു. അപ്പോഴാണ് അവനിങ്ങനെ നടന്നപ്പം കുഷ്ഠരോഗി സുഖപ്പെടുകയും, കുരുടൻ കാണുകയും, ചെകിടൻ കേൾക്കുകയും, മുടന്തൻ നടക്കുകയും, ഇങ്ങനെ ലോകത്തിന് വന്ന മുറിവുകളെ ഹീൽ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നപ്പോൾ ഉണ്ടായ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, ഒരു കുറവിനെ പരിഹരിച്ചുകൊണ്ടാണ് മിനിസ്ട്രി തുടങ്ങുന്നത്. അപ്പൊ കുറവുകളെ പരിഹരിക്കുകയും മുറിവുകളെ വെച്ചുകെട്ടുകയും ചെയ്യുന്ന മിനിസ്ട്രി. സോ അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു. കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, മുറിവുകളെ വെച്ചുകെട്ടിക്കൊണ്ട്
തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട്, പാപികളെ ആശ്ലേഷിച്ചുകൊണ്ട്, അഭക്തരെ നീതീകരിച്ചുകൊണ്ട് അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. May God bless you. ആർക്കാഴ്ച